കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ പിന്താങ്ങുമ്പോൾ ഞങ്ങളതിന് സ്വാഗതം ചെയ്യും. ഈ സ്വാഗതം ആവർത്തിക്കുന്നത് എപ്പോഴാണ്? കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ എല്ലാ പരമ്പരകളും പരസ്പരം തമ്മിൽ കണ്ടാൽ മിണ്ടാത്ത ആളുകളെല്ലാം ഒന്നിച്ച് കൂടിക്കൊണ്ട് ശശി തരൂരിനെ ആക്രമിക്കുമ്പോഴും അദ്ദേഹം പറയുന്നു നിലപാടിൽ മാറ്റമില്ല എന്ന്. നിലപാടെന്താ? നിലപാട് ഇടതുപക്ഷമാണ് ശരിയെന്നാണ്. വികസന കാഴ്ചപ്പാടിലെ ലെഫ്റ്റിൻ്റെ LDFൻ്റെ വ്യൂസ് ശരിയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഞങ്ങൾക്ക് പിന്താങ്ങാനേ പറ്റൂ. അതിനെ പിന്താങ്ങും. അതിൻ്റെ പാഠം കോൺഗ്രസ് പഠിക്കണം. ഞങ്ങളുടെ കാഴ്ചപ്പാട് മോദി സർക്കാർ എന്ന് പറയുന്നതിനെ നയിക്കുന്നത് RSS ആണ്. അത് കൽപ്പിക്കാത്ത ഒന്നുമില്ല സർക്കാരിന്. RSS എന്ന് പറയുന്നത് ഔട്ട് ആൻഡ് ഔട്ട് ഫാസിസ്റ്റാണ്. ഹിറ്റ്ലർ ഫാസിസത്തെ എന്നും പിന്താങ്ങി പോകുന്ന ആളുകളാണ് അതിൻ്റെ ആദ്യത്തെ വഴികാട്ടികൾ. വോൾവക്കറും കൂട്ടരും അല്ലാതെ തന്നെയാണ്. അവർ പറയുന്നുണ്ട് വംശാഭിമാനം ഉത്തുംഗാവസ്ഥയിലേക്ക് എത്തിയ ജർമ്മനിയാണ് മാതൃകാപതി എന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനിയിലേക്ക് നോക്കുമെന്നാണ് പറഞ്ഞത്. ജർമ്മൻ ഫാസിസത്തെ പരിപൂർണമായും പുകഴ്ത്തിയ RSS ആ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ പാഠം പഠിക്കുവാൻ വേണ്ടി RSS സ്ഥാപകൻ ആരെ പറഞ്ഞു വെച്ചു? സ്വന്തം സ്വന്തം അനുയായികളുടെ ഏറ്റവും പ്രമുഖനെ പറഞ്ഞു വെച്ചു. അത് ഡോക്ടർ മുഞ്ചെ എന്നാ പേര്. ഡോക്ടർ മുഞ്ചയെ ഇറ്റലിയിലേക്ക് പറഞ്ഞയച്ച് മുസോളിനിയെ കണ്ട് എന്താണ് ഫാസിസ്റ്റ് രാഷ്ട്രീയം എന്ന് പഠിച്ച് അവിടെ താമസിച്ച് റിപ്പോർട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ റിപ്പോർട്ടിലെ ഓരോ വരിയും നോക്കി അതുപ്രകാരം ഉണ്ടാക്കിയത് RSS പൂർണ്ണമായും ഫാസിസ്റ്റാണ്. ആ ഫാസിസ്റ്റ് RSSൻ്റെ വഴിയെ നയിക്കപ്പെടുന്ന ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. CPM-നും അത് തിരുത്തേണ്ടി വരും. നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇന്ത്യക്കാരെ അമേരിക്കയിലെ ട്രംപ് കൈച്ചങ്ങലയും കാഴ്ചങ്ങലയുമായി പറഞ്ഞയക്കുന്നു സൈനിക വിമാനത്തിൽ. ആ വിമാനം വന്നിറങ്ങുമ്പോഴത്തേക്കും അതേപ്പറ്റി ഒരു വാക്ക് പോലും പറയാനുള്ള മര്യാദയും ദശസ്നേഹവും കാണിക്കാതെ മോദി അവിടെ പോയി, പ്രയാഗ്രാജിലേക്ക് പോയി. തണുപ്പുള്ള ദിവസം മുങ്ങിക്കുളിക്കാൻ വേണ്ടി പോയി. എന്തിനാ? പിറ്റേന്ന് ഡൽഹിയിലെ വോട്ടാണ്. രാഷ്ട്രീയത്തിന് വേണ്ടി മതത്തെ വിശ്വാസങ്ങളെ എല്ലാം ഉപയോഗപ്പെടുത്തേണ്ട വഴി എന്താണെന്ന് ഫാസിസ്റ്റ് രാഷ്ട്രീയം പഠിപ്പിച്ച പാഠങ്ങൾ പ്രാവർത്തികമാക്കുന്നുണ്ട് ഈ BJP ഗവൺമെൻറ്. ആ BJPയെ ഞങ്ങൾ ഫാസിസ്റ്റായി കാണുന്നു. ഞാൻ വീണ്ടും പറയാം, അങ്ങനെയുള്ള ഒരു പാർട്ടിയെ ഫാസിസ്റ്റ് അല്ല എന്ന് പറയാൻ കാണിക്കുന്ന വ്യഗ്രത എൻ്റെ വിശ്വാസം CPM സഖാക്കൾക്ക് നാളെ തിരുത്തേണ്ടി വരുമെന്നാണ്. അതിൻ്റെ സാമ്പത്തിക നയങ്ങൾ, അതിൻ്റെ ആശയ നയങ്ങൾ എല്ലാം നോക്കിയാൽ കാണാം. ഫാസിസത്തിന് രണ്ടടിത്തറയുണ്ട്. ഒന്നതിൻ്റെ സാമൂഹിക കാഴ്ചപ്പാടാണ്, അത് വംശമതത്വപരമാണ്. ഹിറ്റ്ലർ പറഞ്ഞത് ആര്യൻ ചോരയുടെ മഹത്വമാണ്. ഇവിടെ BJPയുടെ വാദം ചാതുർവർണ്ണ മഹത്വമാണ്. രണ്ടും വംശമഹിമയുടെ രാഷ്ട്രീയം പറയുന്നു, ആശയം പറയുന്നു. പിന്നെ അന്ധമായ കോർപ്പറേറ്റ് വിധേയത്വമാണ്, വൻകിട ചൂഷകരുമായുള്ള ബന്ധമാണ്, ചങ്ങാത്തവും വിധേയത്വവുമാണ് ഫാസിസത്തിൻ്റെ സാമ്പത്തിക അടിത്തറ. അത് പൂർണ്ണമായിട്ടും മോദി ഗവൺമെൻറ് പാലിക്കുന്നുണ്ട്. ഡൊണാൾഡ് ട്രംപിന് അത് ഇലോൺ മസ്ക് ആണെങ്കിൽ ഇവിടെ അത് അദാനിയോ അംബാനിയോ ഒക്കെ ആയിരിക്കും. നെതന്യാഹുവുമുണ്ട് കേട്ടോ. പലസ്തീൻകാരെ കൊന്നെടുക്കുന്ന ചോരക്കൊതിയലായ നെതന്യാഹുവിനും ഉണ്ട് ഇതുപോലെ കോർപ്പറേറ്റ് ചങ്ങാതിമാർ. ആ ചങ്ങാത്തത്തിൻ്റെ രാഷ്ട്രീയം, സാമ്പത്തികം, ആശയം ഇതെല്ലാമാണ് ഫാസിസ്റ്റ് മൗലിക രാഷ്ട്രീയം. അത് മോദി ഗവൺമെൻറ്റിനുണ്ട്. അതുകൊണ്ട് ആ ഗവൺമെൻറ്റിനെ ഞങ്ങൾ ഫാസിസ്റ്റ് അല്ലാതെ പറയാൻ തയ്യാറല്ല. CPM-ന്റെ മുൻ നിലപാട് ഇങ്ങനെ ആയിരുന്നില്ല, ഇപ്പം ഇങ്ങനെ മാറാനുള്ള കാരണം എന്തായിരിക്കും? യുവാസ്തം അവരോട് ചോദിക്കുക. സംശയമൊന്നും ആർക്കും വേണ്ട. വയനാടിന് വേണ്ടത് യോജിച്ച പരിശ്രമങ്ങളാണ്. രാഷ്ട്രീയ ലാഭം കൊയ്യാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. ഇത്രയും നേരം ദുരന്തങ്ങൾ കണ്ട വേദന തിന്ന ജനങ്ങൾക്ക് ആശ്വാസം കൊടുക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിപ്പിൻ്റെ വേദിയാണ് LDF ഒരുക്കുന്നത്, ഗവൺമെൻറ് ഒരുക്കുന്നത്.
ആ വേദികൾ വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ വികസന ലക്ഷ്യങ്ങൾക്കായി കൊച്ചിയിലെ കോൺക്ലേവിൽ ഒത്തുകൂടിയത്, അതേ വികാരത്തിൽ വയനാടിൻ്റെ പുനരുജ്ജീവനത്തിന് വേണ്ടി എല്ലാവരും രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് ഒന്നിക്കേണ്ട വേളയിൽ രാഷ്ട്രീയ പ്രേരിതമായുള്ളൊരു നീക്കത്തിലേക്ക് UDF പോയാൽ അത് ശരിയല്ല. അത് തീർച്ചയായിട്ടും വയനാടിനെ സഹായിക്കാൻ വേണ്ടിയല്ല, അവരെ ദ്രോഹിക്കാൻ വേണ്ടിയായിരിക്കും. നിങ്ങൾക്ക് അർത്ഥം മനസ്സിലായില്ല. ഞാൻ പറഞ്ഞ കേട്ടല്ലോ, അതിന് അർത്ഥമൊന്നുമില്ലേ? ഇങ്ങനെയുള്ള സമരത്തിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങനെ തന്നെ പറയണോ? ഒന്നിച്ചു നിൽക്കേണ്ട വേളയിൽ ഒന്നിക്കണമെന്ന് പറഞ്ഞാൽ ഒന്നിക്കാത്തതെല്ലാം രാഷ്ട്രീയ പ്രേരിതമാണ്.